SSLC ക്ലാസ് 10ൻ്റെ ബയോളജിയിലുള്ള 8th ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെക്ഷനായ എങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതിൻ്റെ 2 തിയറീസ് നമ്മൾ നോക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത്രയും ഡൈവേഴ്സ് ആയത്, എങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ആയിട്ട് ലിവിങ് ഓർഗാനിസംസ് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോൺ എന്നാണ് പറയുന്നത്. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ഫ്രഞ്ച് ബയോളജിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഓർഗാനിസംസ് വന്നത് എന്നുള്ളത് പുള്ളിക്കാരനാണ് ഒന്ന് സയൻറ്റിഫിക് ആയിട്ട് ഒരു തിയറി കൊണ്ടുവന്നത്. അതിന് മുമ്പ് തന്നെ കുറേ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഇത്രയും ബയോഡൈവേഴ്സിറ്റി വരാനുള്ള കാരണങ്ങൾ പല ഒരു തിയറീസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും പ്രോപ്പറായിട്ടുള്ള ഒരു സയൻറ്റിഫിക് തിയറി ഫസ്റ്റ് ഫ്രഞ്ച് ബയോളജിസ്റ്റായ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിറാഫിന് പണ്ട് കുഞ്ഞു നെക്കായിരുന്നു, ഷോർട്ട് നെക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് സ്കെയർസ് ആയപ്പോഴത്തേക്കും അവർ നെക്ക് വെച്ച് വലിയ മരങ്ങളിലേക്ക് എത്തിയിട്ട് ഇലകൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ നെക്ക് ഇലോങ്ങേറ്റ് ആയി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ നെക്കുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അത് കുട്ടികൾക്ക് പകർന്ന് കിട്ടാൻ തുടങ്ങി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഈ അവരുടെ ലൈഫ് ടൈമിൽ അവർക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ പറയുന്നതാണ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ നല്ല ജിം ബോഡി കിട്ടി. ജിം ബോഡി ഈസ് എൻ അക്വയർഡ് ക്യാരക്ടർ വിച്ച് അക്വയർഡ് ഡ്യൂറിങ് the lifetime because of the way we live. അല്ലെ, അങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാമാർക്ക് പറഞ്ഞത് പ്രകാരം ഇങ്ങനെ അക്വയർഡ് ക്യാരക്ടേഴ്സ് അക്യൂമുലേറ്റ് ചെയ്ത് ഇങ്ങനെ അടിഞ്ഞു കൂടിയാണ് പുതിയ സ്പീഷീസ് ഉണ്ടായത് എന്നാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് പറഞ്ഞത്. പക്ഷേ ഇതിന് സയൻറ്റിഫിക് വേൾഡുകാർ പുച്ഛിച്ച് തള്ളി. എന്താ കാരണം? അക്വയർഡ് ക്യാരക്ടേഴ്സ് അവർക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു ജിമ്മനാവോ? ഇല്ല. അപ്പോൾ ഈ അക്വയർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സയൻറ്റിഫിക് വേൾഡ് ഈ ഒരു ലാമാർക്കിൻ്റെ തിയറിക്ക് അത്രയ്ക്ക് വില കൊടുത്തില്ല. അപ്പോൾ ആദ്യം കുറേ സയൻറ്റിസ്റ്റ് ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള സെല്ലിൽ നിന്നും ബയോഡൈവേഴ്സിറ്റി വന്നതിനെ കുറിച്ചിട്ട് കുറേ തിയറീസൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ലാമാർക്കാണ് ഫസ്റ്റായിട്ട് സയൻറ്റിഫിക് തിയറി ഇറക്കിയത്. പുള്ളിക്കാരൻ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് ജിറാഫിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ സയൻറ്റിഫിക് വേൾഡ് അതിനെ പുച്ഛിച്ച് തള്ളിയത് എന്തുകൊണ്ടാണ്? അക്വയർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയാണ് ഡാർവിനിസം എന്ന് പറയുന്നത്, ചാൾസ് റോബർട്ട് ഡാർവിൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 22 വയസ്സുള്ളപ്പോഴത്തേക്കും ഗാലപ്പാഗോസ് ഐലൻഡിലേക്ക് പോയി. HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പിലാണ് പുള്ളിക്കാരൻ വോയേജ് ചെയ്തിട്ട് ഈ ഐലൻഡിലെത്തി, ഗാലപ്പാഗോസ് ഐലൻഡ്സിലേക്ക്. അപ്പോൾ അത് പുള്ളിക്കാരൻ അവിടെ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, അതൊരു ലൈഫ് ചേഞ്ചിങ് ജേർണി ആയിരുന്നു പുള്ളിക്കാരൻ ആകെ 22 വയസ്സേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരൻ എന്തിനാ പോയെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പണി എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഈ കോസ്റ്റൽ ഏരിയാസിലുള്ള മാപ്പ് ക്രിയേറ്റ് ചെയ്യാം, തീരദേശത്തിൻ്റെയൊക്കെ മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. അവരെങ്ങനെയെങ്കിലും അപ്പുറത്തേയും രാജ്യം വെട്ടിപ്പിടിക്കാൻ നടക്കുന്ന ടീമാണല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ മാപ്പ് ക്രിയേറ്റ് ചെയ്താൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എളുപ്പത്തിൽ എങ്ങനെ പോകാൻ പറ്റുന്നത് അറിയുന്നത്. സോ അവർ കാശ് മുടക്കിയിട്ട് ഇങ്ങനെ മാപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് വോയേജ് ഗ്രൂപ്പിനെ അയക്കും. അങ്ങനെയുള്ള ഒരു വോയേജ് ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡാർവിൻ പോയിട്ട് കുറേ കാലം അവിടെ ഒരു 7 വർഷം നടന്നിട്ട് പുള്ളിക്കാരൻ കുറേ എവിഡൻസസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഡാർവിൻ ചെറുപ്പത്തിൽ പുള്ളിക്കാരൻ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ആണെന്നുണ്ട് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നേ. റെയർ സ്പീഷീസിൻ്റെ മീറ്റ് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പ്. അങ്ങനെ കുറേ മീറ്റൊക്കെ കഴിക്കുന്ന ടീം ആയിരുന്നു നമ്മുടെ ചാൾസ് ഡാർവിന്. ചുമ്മാ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു 7 വർഷം കഴിഞ്ഞിട്ട് കുറേ എവിഡൻസസും കുറേ സംഭവങ്ങളും കളക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ തിരിച്ച് ബ്രിട്ടനിലേക്ക് എത്തി. അപ്പോൾ ഇഷ്ടം പോലെ നെസസറി എവിഡൻസ് വാസ് ദെയർ വിത്ത് ഹിം ഫോർ ഫോർമുലേറ്റിംഗ് ദിസ് തിയറി ഓഫ് എവല്യൂഷൻ. പുള്ളിക്കാരൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യാനുള്ള കുറേ എവിഡൻസ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരൻ കുറേ എൻക്വയറീസും ഒബ്സർവേഷൻസും സ്റ്റഡീസും എല്ലാം ചെയ്തതിന് ശേഷം
പുള്ളിക്കാരൻ്റെ തിയറി പ്രസൻറ്റ് ചെയ്തു. ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്ന തിയറി അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യും. ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഭവം. അതിന് 50 വയസ്സായപ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചൊക്കെ 22 വയസ്സിൽ പോയി 7 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 30 വയസ്സായപ്പോഴത്തേക്കും തിരിച്ചെത്തി. 30 വയസ്സ് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. സോ ഏതൊരു സയൻറ്റിഫിക് തിയറി വന്നാലും ചുമ്മാ എവിഡൻസ് കളക്ഷൻ മാത്രമല്ല, അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡി ഉണ്ട്, അതിനെക്കുറിച്ച് കുറേ ഒബ്സർവേഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് കുറേ നമുക്ക് അറിയാനുണ്ട്, എൻക്വയറീസ് ചെയ്യണം. അപ്പോൾ കുറേ സമയം എടുക്കും ഈവൻ ഫോർ വൺ പെർട്ടിക്കുലർ തിയറി ടു കം ഔട്ട് ഫ്രം എ സയൻറ്റിഫിക് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ ഒരു തിയറിക്ക് സയൻറ്റിഫിക് വേൾഡിൽ ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരുന്നു എന്ന് മാത്രമല്ല, അന്ന് വരെ ഉണ്ടായിരുന്ന കുറേ ബിലീഫ്സ് ഉണ്ടായിരുന്നു, കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു. ആ വിശ്വാസങ്ങളെ എല്ലാം തല്ലി തകർത്തുകൊണ്ടാണ് വെച്ചാൽ ഈശ്വരനാണ് ഇങ്ങനെ കിങ്ങിനെ പൊട്ടിപ്പുറപ്പെടുവിച്ച് വിടുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർ, അങ്ങനത്തെ സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർ, അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ബിലീഫ്സ്, അന്ധവിശ്വാസങ്ങളെ എല്ലാത്തിനും ഇത് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു എന്ന് പറയാം. അത് മാത്രമല്ല, ഇത് വന്നപ്പോഴത്തേക്കും കുറേ ഡിസ്കഷൻസ് വന്നു. ഇത് ശരിയാണോ തെറ്റാണോ, ഇത് വേറെ എന്ത് പോസിബിലിറ്റി ആണല്ലോ, അങ്ങനെയൊക്കെ ഡിസ്കഷൻസും ക്രിറ്റിസിസംസും എല്ലാം ഈ ഡാർവിൻ്റെ തിയറിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു സയൻറ്റിഫിക് തിയറിയാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ് പുള്ളിക്കാരൻ പ്രസൻറ്റ് ചെയ്തത്. പുള്ളിക്കാരൻ വണ്ണായിട്ടുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഡേറ്റ കളക്ട് ചെയ്ത് ഒബ്സർവ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് എൻക്വയർ ചെയ്തിട്ടാണ് അൾട്ടിമേറ്റ്ലി ഈ തിയറി കൊണ്ടുവന്നത്. സോ ഡാർവിൻ അഡോപ്റ്റഡ് എ വെരി ഗുഡ് സയൻറ്റിഫിക് മെത്തേഡ്. അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പുള്ളിക്കാരൻ്റെ ഡേറ്റ കളക്ഷൻ ഉണ്ടായിരുന്നു, അതേപോലെ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇൻഫറൻസസ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കുന്നു, ഇങ്ങനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ കളക്ഷൻ, ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസസ് ഇത്രയും ഇൻകോപ്പറേറ്റ് ചെയ്താലേ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഡാർവിൻ അഡോപ്റ്റഡ് ദിസ് പക്ക സയൻറ്റിഫിക് മെത്തേഡ് വിച്ച് ഇൻകോപ്പറേറ്റഡ് ഡേറ്റ കളക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസസ്. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഇത്രയും സയൻറ്റിഫിക്കലി ചെയ്തത് കൊണ്ട് തന്നെ ഈ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷന് ഭയങ്കര ആക്സെപ്റ്റൻസ് ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ എന്തിനാണ് ചാൾസ് ഡാർവിൻ അവിടെ പോയപ്പോൾ എസ്പെഷ്യലി ഒബ്സർവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിഞ്ചസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കിളികളാണ്. അവർ കുറേ ഉണ്ട് ഗാലപ്പാഗോസ് ഐലൻഡ്സിൽ, ഇഷ്ടംപോലെ ഫിഞ്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫിഞ്ചസും കാണുമ്പോഴത്തേക്കും നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും കാണാൻ ഒരേപോലെയാണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ചാൾസ് ഡാർവിൻ അവരെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി അവരുടെ കൊക്കുകൾ, അതായത് ബീക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ കുറേ ഫിഞ്ചസ് നിങ്ങളുടെ പടത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇൻസെക്ടിവോർസ്, അതായത് ഇൻസെക്റ്റിനെ കഴിക്കുന്ന ഫിഞ്ചസ്, അതേപോലെ കാക്ടസ് ചെടിയെ കഴിക്കുന്ന ഫിഞ്ചസ്, കുഞ്ഞ് എന്താ പറയുക ട്രീസിൽ നിന്നും പെറുക്കി കഴിക്കുന്ന ഫിഞ്ചസ്, അതേപോലെ ട്രീ ഫിഞ്ചസും ഉണ്ട്, മീഡിയം സൈസ്ഡ് ട്രീ ഫിഞ്ചസും ഉണ്ട്, അതേപോലെ വുഡ് പെക്കർ, അതായത് മരത്തിനെ കൊത്തിയിട്ട് മരത്തിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു ജീവികളെ കഴിക്കുന്ന ഫിഞ്ചസ്, സ്മോൾ ഗ്രൗണ്ട് ഫിഞ്ചസ്, ഗ്രൗണ്ടിൽ നിന്ന് ഓർഗാനിസത്തിനെ കഴിക്കുന്നത്, ലാർജ് ഗ്രൗണ്ട് ഫിഞ്ചസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഫിഞ്ചസ് ഉണ്ട്. അതേപോലെ ഇവരെല്ലാവരും വന്നിരിക്കുന്ന ഒരു ആൻസിസ്റ്റർ ഫിഞ്ചും ഉണ്ട്. ആൻസിസ്റ്റർ ഫിഞ്ചിൽ നിന്നാണ് ഇത്രയും വെറൈറ്റി ഫിഞ്ചസ് വന്നതെന്ന് പറയാം. അപ്പോൾ ഇൻസെക്ടിവോർസിൻ്റെ കാക്ടസിനെ കഴിക്കുന്ന ഫിഞ്ച് ദാറ്റ് ഫീഡ്സ് ഓൺ കാക്ടസിൻ്റെ സ്മോൾ ഗ്രൗണ്ട് ഫിഞ്ച്, ലാർജ് ഗ്രൗണ്ട് ഫിഞ്ച്, ട്രീ ഫിഞ്ച്, വുഡ് പെക്കർ ഫിഞ്ച്, മീഡിയം സൈസ്ഡ് ട്രീ ഫിഞ്ച്, അങ്ങനെ പല വെറൈറ്റി ഫിഞ്ചസ് ഉണ്ടെന്ന് ചാൾസ് ഡാർവിൻ ഒബ്സർവ് ചെയ്തു. അപ്പോൾ എന്താ പറ്റിയ, ഈ ഇൻസെക്ടിവോർസ് ഫിഞ്ചിനെ പുള്ളിക്കാരൻ നോക്കിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ബീക്കാണ്. കുഞ്ഞു ബീക്കായിട്ട് കുട്ടിയായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഷാർപ്പായിട്ട് ആ ഒരു സാധനം മാത്രം എടുക്കുന്ന പോലെ സ്മോൾ ഷാർപ്പ് ബീക്സ് ആണ് ഇൻസെക്ടിവോറസ് ഫിഞ്ചിന്. അതേസമയം കാക്ടസിന് മുള്ളില്ലേ, അതുകൊണ്ട് ലോങ് ആൻഡ് ഷാർപ്പ് ബീക്കാണ് അതിനുള്ളത്. അപ്പം മേത്ത് തൊടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ലോങ് ആയിട്ട് ഷാർപ്പായിട്ടുള്ള ബീക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ വുഡ് പെക്കർ ഫിഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീ ബ്രാഞ്ചസിലൊക്കെ ഇല്ലേ, അതിലിങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഹോൾസിൽ നിന്നും എന്താ പറയുക വേംസിനെ കഴിക്കും. അപ്പോൾ ഈ
അപ്പോൾ അതിന് ഈ വേംസിനെ തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ കുഞ്ഞ് ട്വിഗ്സ് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഷാർപ്പായിട്ടുള്ള ബീക്കാണ് നമ്മുടെ വുഡ് പെക്കർ ഫിഞ്ചസിനുള്ളത്. അപ്പോൾ അവർക്ക് കുഞ്ഞു ഹോൾ ഉണ്ടാക്കുക വേണം. അതേപോലെ തന്നെ ഈ പറയുന്ന പോലത്തെ സ്മോൾ ട്വിഗ് വെച്ചിട്ട് എന്താ പറയുക വേംസിനെയൊക്കെ പുറത്തെടുക്കുക വേണം. സോ ദേ ഹാവ് ഷാർപ്പ് ബീക്ക് എന്ന് പറയാം. അതേപോലെ ഗ്രൗണ്ട് ഫിഞ്ചസ് ഉണ്ട്. അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്സിലാണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ലാർജ് ബീക്കാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, അവർ എന്താണോ കഴിക്കുന്നത്, അപ്പോൾ അവരുടെ ഫീഡിങ് ഹാബിറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവരുടെ കൊക്കുകൾ, അവരുടെ ബീക്സ് എന്ന് ഡാർവിന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാട്ട് ഡിഡ് ഹി ഒബ്സർവ് ഫിഞ്ചസിൻ്റെ അവരുടെ ബീക്സ് ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായി. ആ ബീക്ക് ഡിഫറെൻ്റ് ആവാൻ കാരണം അവരുടെ ഫീഡിങ് ഹാബിറ്റ്സ് ആണെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് ബേസിക്കലി 3 ടൈപ്പ് ഓഫ് ഫിഞ്ചസിൻ്റെ ആണ് സ്പെസിഫിക്കലി പഠിക്കാനുള്ളത്. ഇൻസെക്ടിവോറസ് ഫിഞ്ച് ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ബീക്സ് ആണ്. കാക്ടസ് പ്ലാന്റ് കഴിക്കുന്നവരാണെങ്കിൽ ലോങ് ആൻഡ് ഷാർപ്പ് ബീക്സ് ആണ്. വുഡ് പെക്കർ ഫിഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷാർപ്പ് ബീക്കാണ്. അതുപോലെ തന്നെ 4 പഠിക്കാനുള്ളത്. ഗ്രൗണ്ട് ഫിഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ബീക്സ് ആണെന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻസെക്ടിവോറസിന് സ്മോൾ ബീക്സ് ആണ്. അതേസമയം കാക്ടസിന് ലോങ്, അതുപോലെ കാക്ടസിന് ലോങ് ആൻഡ് ഷാർപ്പാണ്. വുഡ് പെക്കർ ആണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ബീക്കാണ്. അതുപോലെ അപ്പോൾ ഷാർപ്പ് 2 പേർക്കാണ്. കാക്ടസിനും വുഡ് പെക്കറിനും ഷാർപ്പ് ബീക്കാണ്. അതേസമയം കാക്ടസിന് ലോങ് ആണെന്ന് പഠിച്ചു. ഗ്രൗണ്ട് ഫിഞ്ചസിന് ലാർജ് ആയിട്ടുള്ള ബീക്കാണെന്ന് നമ്മൾ പഠിച്ചു സീഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫീഡിങ് ഹാബിറ്റ്സ് പ്രകാരമാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ബീക്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ ഇനി ഒരു സംഭവം കൂടിയുണ്ട്. ഈ തിയറീനെ ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു സംഭവം കൂടിയുണ്ട്. ആ സമയത്താണ് തോമസ് റോബർട്ട് മാൽത്തസ് എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാശിനെ കുറിച്ച് സംസാരിക്കുന്ന ആള്, ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ആള്, ആ പുള്ളിക്കാരൻ ഒരു തിയറി ഇറക്കിയേ. ആ പുള്ളിക്കാരൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണലായിട്ടല്ല പോണേ. മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ഉണ്ടാക്കണതിൻ്റെ അളവ് കൂടുന്നില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഈ ആൾക്കാർ, ഈ ബേർഡ്സിൻ്റെ കൊക്കും ഭക്ഷണവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് എല്ലാവർക്കും ഞെട്ടിപ്പോവും. അതാണ് നമ്മളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സയൻറ്റിഫിക് ലുക്കുള്ള, എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർ, എപ്പോഴും ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന് പറയുകയാണേ. സോ ഇതിൽ നോക്കിക്കോളൂ. അപ്പോൾ റേറ്റ് ഓഫ് ഫ്രൂട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷണൽ അല്ല എന്നുള്ളത് മാത്രമാണ് തോമസ് റോബർട്ട് മാൽത്തസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, എക്കണോമി വഴി പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പ്രകാരം അപ്പോൾ നാച്ചുറലി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് കൂടിയില്ലെങ്കിൽ ഹ്യൂമൻ പോപ്പുലേഷൻ ആവശ്യമുള്ള ഫുഡ് കിട്ടില്ല. ഫുഡില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് സ്കേഴ്സ് ആവും. ഫുഡ് സ്കേഴ്സ് ആയാൽ നമ്മൾ ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസീസ് വരും, സ്റ്റാർവേഷൻ വരും, പട്ടിണി വരും. അങ്ങനെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, ഉള്ള ഫുഡിന് വേണ്ടിയിട്ട് തന്നെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ഉണ്ടാവും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരൻ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഡാർവിൻ എന്താ ചെയ്തത്, ഈ മാൽത്തൂസിയൻ ഐഡിയാസ് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഭവം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു ഓർഗാനിസവും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും മോർ നമ്പർ ഓഫ് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യും, മോർ നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഏർത്തിൽ സർവൈവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓഫ് സ്പ്രിങ്സ് ആക്ച്വലി എല്ലാ സ്പീഷീസും പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവർ തമ്മിൽ ഈ ഓഫ് സ്പ്രിങ്സ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡിന് വേണ്ടിയിട്ട്, സ്ഥലത്തിന് വേണ്ടിയിട്ട്, മെയ്റ്റ്സിന് വേണ്ടിയിട്ട് ഒക്കെ അവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. ഈ കോമ്പറ്റീഷൻ ഹാർഡായി ഏത് ഓർഗാനിസംസ് വെൻ നമ്പർ ഓഫ് ഓർഗാനിസംസ് കൂടുമ്പോൾ നാച്ചുറലി അവർക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഫുഡ് കുറവാണെന്ന് തോന്നും. ഒരാളാണ് 2 പൂരി ഉണ്ടെങ്കിൽ അയാൾക്ക് ധാരാളം മതിയാവും, അല്ലെങ്കിൽ 4 പൂരി ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും. അതേസമയം 4 പേരും 4 പൂരിയും ആണെങ്കിൽ വി ഫീൽ ദാറ്റ് ദ റിസോഴ്സസ് വെരി ലെസ്, റൈറ്റ്? അപ്പോൾ ഈ കോമ്പറ്റീഷൻസ് എപ്പോഴാണ് കൂടുക എന്ന് നമുക്ക് തോന്നുന്നത്? നമ്പർ ഓഫ് ഓർഗാനിസംസ് കൂടി, അതേപോലെ റിസോഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്
സ്പീഷീസ് കുറവാണ് എന്നുള്ളത് തോന്നിക്കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ബിക്കംസ് ഹാർഡ്. അപ്പോൾ എല്ലാ സ്പീഷീസും കുറേ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാക്കും. ആ ഓഫ്സ്പ്രിങ്സ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. ഫുഡിന് വേണ്ടിയിട്ടും സ്പേസിന് വേണ്ടിയിട്ടും മേറ്റിന് വേണ്ടിയിട്ടും തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കോമ്പറ്റീഷൻസ് കൂടി വരും. ബിക്കോസ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ബിക്കം ഗ്രേറ്റർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ് ബിക്കംസ് വെരി വെരി ലെസ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി സംഭവിക്കും. ഈ ഓഫ്സ്പ്രിങ്സിൽ തന്നെ ചെറിയ ചില വേരിയേഷൻസ് വിസിബിളായി തുടങ്ങും. അങ്ങനെ ഈ വേരിയേഷൻസ് പല ഓർഗാനിസംസിൽ അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു വേരിയേഷൻ ഉണ്ടാവും, നമ്മുടെ കുട്ടികൾക്ക് ഈ വേരിയേഷൻ്റെ മുകളിൽ വേറൊരു വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെ ജനറേഷൻസ് കഴിയുന്തോറും കുഞ്ഞു വേരിയേഷൻസ് വലിയ വേരിയേഷൻസ് ഇങ്ങനെ കുഞ്ഞു വേരിയേഷൻസ് അക്യൂമുലേറ്റ് ചെയ്ത് മെനി വേരിയേഷൻസ് വിൽ ബി അക്യൂമുലേറ്റഡ് ഡൗൺ ദ ജനറേഷൻ. അങ്ങനെ വരും. ഈ വേരിയേഷൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ടാവും. ചിലത് ഫേവറബിൾ ആയിരിക്കും, എനിക്ക് ഈ കോമ്പറ്റീഷന് ഹെൽപ്പ് ചെയ്യുന്ന വേരിയേഷൻസ് ആയിരിക്കും. ചിലത് അൺഫേവറബിൾ ആയിരിക്കും, ഒട്ടുമേ ഹെൽപ്പ് ചെയ്യാത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ട്. ഒരു ബാക്ടീരിയയിൽ അപ്പോൾ 2 പിള്ളേരെ ഉണ്ടാക്കി, അതിൽ ഒരു ബാക്ടീരിയയിലുള്ള ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് അതിന് ചൂട് കൂടിയാലും സർവൈവ് ചെയ്യാൻ പറ്റും. അതേസമയം മറ്റേ ബാക്ടീരിയയിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണെന്ന് വിചാരിച്ചോളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏർത്തിൻ്റെ മുഴുവൻ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഏത് ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും? ചൂട് കൂടിയാലും സർവൈവ് ചെയ്യാൻ പറ്റും എന്ന വേരിയേഷൻ വന്ന ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതേസമയം ചില വേരിയേഷൻസ് ഇറ്റ് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ അല്ലേ. ചില വേരിയേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലെ പട്ടിയുടെ വാല് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചുരുങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇല്ലാതായി അല്ലെങ്കിൽ കുഞ്ഞിതായി എന്ന് വിചാരിച്ചോളൂ. ആ വേരിയേഷൻ കാരണം ചൂട് കൂടിയാൽ വല്ല പ്രയോജനം ഉണ്ടാവോ? ആ പട്ടിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ ചില വേരിയേഷൻസ് വിൽ നോട്ട് ഹെൽപ്പ് ദ ഓർഗാനിസം സർവൈവ് എന്ന് പറഞ്ഞിട്ട് പറയാറ്. ഓക്കെ, സോ ഫേവറബിൾ വേരിയേഷൻ ഉള്ളവർക്ക് ഹാവ് എന്താ പറയുക, സ്ട്രോങ്ങർ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് ദിസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൻ്റെ സമയത്ത് ഫേവറബിൾ വേരിയേഷൻ ഉള്ളവർ സർവൈവ് ചെയ്യും, ബാക്കിയുള്ളവർ എലിമിനേറ്റഡ് ആയിട്ട് പോകും, ബാക്കിയുള്ളവർ ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഈ വേരിയേഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ത്രൂ ദ ജനറേഷൻസ് താഴോട്ട് ഇൻഹെറിറ്റ് ചെയ്ത് പല വേരിയേഷൻസ് ഓരോന്നായി അക്യൂമുലേറ്റ് ആയിട്ട് പുതിയ സ്പീഷീസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സെലക്ഷൻ നമ്മുടെ നേച്ചർ തന്നെ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ നേച്ചർ ഈ സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസിലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നേച്ചർ തന്നെ പറഞ്ഞിരിക്കുന്ന റൂളുണ്ട്. ആ റൂള് പ്രകാരമാണ് ഈ കാണുന്ന സകല സ്പീഷീസും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. സോ ഈ ഒരു എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്താന്ന് പറയണേ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ? ഏതൊരു ഓർഗാനിസവും അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഓഫ് സ്പ്രിങ് ഉണ്ടാക്കും. ആ ഓഫ് സ്പ്രിങ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. അത് മാത്രമല്ല, അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിൽ ഈ പറയുന്ന പോലെ പല വേരിയേഷൻസും വിസിബിൾ ആയിരിക്കും. അങ്ങനെ ചില വേരിയേഷൻസ് ഫേവറബിൾ ആയിരിക്കും, ചില വേരിയേഷൻസ് അൺഫേവറബിൾ ആയിരിക്കും. ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ളവർ കൂടുതൽ സർവൈവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബാക്കിയുള്ള അൺഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ എലിമിനേറ്റഡ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഈ വേരിയേഷൻസ് ജനറേഷൻസ് വഴി റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ നേച്ചർ തന്നെ സെലക്ട് ചെയ്യുന്നത്, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുന്നത്, നേച്ചർ സെലക്ട് ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത്, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ നാച്ചുറൽ സെലക്ഷൻ ആണ് നമ്മുടെ ഡാർവിൻ്റെ തിയറിയുടെ അടിസ്ഥാനം. ഈ ഐഡിയ പുള്ളിക്കാരനെ എവിടെ നിന്നാണ് കിട്ടിയത്? മാൽത്തൂസിയൻ ഐഡിയ ഓഫ് എക്കണോമിക്സിൻ്റെ നാച്ചുറൽ സെലക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ, ഫുഡ് പ്രൊഡക്ഷനും റേറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷനും മനുഷ്യൻ്റെ പോപ്പുലേഷൻ കൂടുന്നതും തമ്മിൽ പ്രൊപ്പോർഷണൽ അല്ല. ഇങ്ങനെ ഫുഡ് സ്കെയേഴ്സ് ആകുമ്പോഴത്തേക്കും മനുഷ്യർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരും എന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞതാണ്. ഇവിടെയും എവല്യൂഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എവല്യൂഷനിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഒന്നുകൂടി ആ തിയറി ഓഫ് എവല്യൂഷനിൽ ഒരു ഫ്ലോ ചാർട്ട് ഉള്ളത് എന്താണ്, ഓർഗാനിസം എങ്ങനെയാണ് വേരിയേഷനുള്ള ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. ഓവർ പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ഓവർ പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്കും ദർ വിൽ ബി എ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ദെൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉള്ളപ്പോൾ 2 സെറ്റായിട്ട് നമ്മൾ നോക്കണം. അതായത് അൺഫേവറബിൾ വേരിയേഷൻ ഉള്ള ആൾക്കാർ, ഫേവറബിൾ വേരിയേഷൻ ഉള്ള അൺഫേവറബിൾ വേരിയേഷൻ ഉള്ള ആൾക്കാർ വിൽ ബി ഡിസ്ട്രോയിഡ് ആൻഡ് എലിമിനേറ്റഡ്. ബട്ട് ദെൻ ഫേവറബിൾ വേരിയേഷൻ ഉള്ള ആൾക്കാർ
നാച്ചുറലി സെലക്റ്റഡ് ആവും. നാച്ചുറലി സെലക്റ്റഡ് ആയിട്ട് സർവൈവ് ചെയ്യാം. ഈ ഫേവറബിൾ വേരിയേഷൻസ് എല്ലാം അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ത്രൂ ദ ജനറേഷൻസ് ദീസ് വേരിയേഷൻസ് വിൽ ബി അക്യൂമുലേറ്റഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ എ ന്യൂ സ്പീഷീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൽ നമ്മളെ ബയോഡൈവേഴ്സിറ്റിയിൽ എന്തൊക്കെ പറഞ്ഞു? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജിറാഫിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാമാർക്ക് പറഞ്ഞു എക്വയർഡ് ആയിട്ടുള്ള ട്രീറ്റിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ സയൻറ്റിഫിക് വേൾഡ് അത് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡാർവിനിസം പറഞ്ഞു. ഡാർവിൻ എങ്ങനെയാണ് ഗാലപ്പാഗോസ് ഐലൻഡിൽ പോയതെന്ന് പറഞ്ഞു. എന്തിനാ പോയതെന്ന് പറഞ്ഞു. 7 വർഷത്തെ കഷ്ടപ്പാടാന്ന് പറഞ്ഞു. എന്നിട്ട് 50ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് ഡേറ്റ കളക്ഷൻ വഴിയും ഒബ്സർവേഷൻ വഴിയും എൻക്വയറി വഴിയും ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന തിയറി പുട്ട് ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് അത് അക്സെപ്റ്റഡ് ആവാൻ കാരണം തന്നെ അതൊരു സയൻറ്റിഫിക് മെത്തേഡിലാണ് ഈ ഒരു റിസർച്ച് നടത്തിയത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അദ്ദേഹം ചെയ്ത ഫിഞ്ചസിലുള്ള റിസർച്ച് വഴി അവരുടെ കൊക്കുകൾ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പല ടൈപ്പ് ഫിഞ്ചസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ 4 ഫിഞ്ചസിൻ്റെ കൊക്കുകളുടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് വ്യത്യാസമായിരിക്കുന്നത്? അവരുടെ ഫീഡിങ് ഹാബിറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്ന തിയറിയും അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തതെന്നും പറഞ്ഞു. അതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു. ഇനി വരുന്നത് നിയോ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. ഈ നിയോ ഡാർവിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഡാർവിൻ പറഞ്ഞത് തന്നെ കുറേ ടൈപ്പ് ഉണ്ട്, അത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല. എല്ലാവർക്കും വേരിയേഷൻ ഉണ്ട്, ഈ വേരിയേഷൻ ഫേവറബിൾ അൺഫേവറബിൾ ആവാം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൺട്രോൾ ചെയ്യുന്നത് ജീനാണെന്നോ DNA ആണെന്നോ ക്രോമസോം ആണെന്നോ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ജീൻസും ക്രോമസോംസും ഒന്നും ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പം പിന്നീട് നമുക്കിതിനെക്കുറിച്ചൊക്കെ വ്യക്തത വന്നപ്പോഴത്തേക്കും പറഞ്ഞു വേരിയേഷൻസ് ഉണ്ടാവുന്നത് മ്യൂട്ടേഷൻ കാരണം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ ദി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജീൻസിൽ ഒരു കുഞ്ഞു ചേഞ്ച് വരുന്നതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ചേഞ്ച് ആണെങ്കിൽ തന്നെയും അതിന് ഹ്യൂജ് ഇമ്പാക്റ്റാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ക്യാരക്ടർ അല്ല ക്യാരക്ടറിസ്റ്റിക്സ്, കണ്ണിൻ്റെ കളറാണെങ്കിലും മൂക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും DNA ആണെന്നുണ്ടെങ്കിലും ഡിസീസസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ജീൻസിൽ കുഞ്ഞു ചേഞ്ച് വന്നാൽ തന്നെ വരും എന്ന് പറഞ്ഞിട്ട് പറയാം. സോ ഡാർവിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇവർ ഈ പുതിയ ജനറ്റിക്സിൻ്റെ ജനറ്റിക്സിൽ കുറേ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈറ്റോളജിയിൽ സെല്ലിനെ കുറിച്ച് പഠിക്കുന്ന സൈറ്റോളജിയിലും ജിയോളജിയിൽ പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ ഫോസിൽസിൻ്റെ കാര്യത്തിൽ, അതേപോലെ ജോഗ്രഫി ജിയോളജി എല്ലാത്തിലും നമ്മൾ ഡെവലപ്പായിട്ടുണ്ട്. സോ ഇതിനെ എല്ലാത്തിലും കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഡാർവിൻ പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ കുറേ കൂടി മോഡിഫൈ ചെയ്തു. അതിനെയാണ് അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്ന വേർഷനെയാണ് നമ്മൾ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. സോ ജനറ്റിക്, സൈറ്റോളജി, ജിയോളജി, പാലിയന്റോളജി അതിലൊക്കെ ഉണ്ടായിരുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ we have modified whatever Darwin has told, or we have modified Darwinism. So that new branch is known as, that new informations and modified version is known as Neo-Darwinism. Okay, ഇനിയുള്ളത് മ്യൂട്ടേഷൻ തിയറി. മ്യൂട്ടേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസിൽ കുഞ്ഞു വേരിയേഷൻസ് ഉണ്ടാവുന്നതാണ് മ്യൂട്ടേഷന് കാരണം. ഇങ്ങനെ ഈ സഡൻ ചേഞ്ച് ജീൻസിലൊക്കെ ചെയ്യുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ മ്യൂട്ടേഷൻ തിയറി പറയുന്നത് പ്രകാരം പുതിയ സ്പീഷീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇങ്ങനത്തെ ചേഞ്ചസ്, മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു, അതായത് താഴേക്കുള്ള ജനറേഷൻസിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. അങ്ങനെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതെന്നാണ് മ്യൂട്ടേഷൻ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ തിയറി ആരാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഹ്യൂഗോ ഡെവ്രീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഹ്യൂഗോ ഡെവ്രീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മുടെ ജീനിൽ വരുന്ന മാറ്റങ്ങൾ കാരണമാണ് ഓർഗാനിസത്തിൽ മ്യൂട്ടേഷൻ വരുന്നത്. സോ ഈ ഇങ്ങനെ സഡൻ ചേഞ്ചസിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പുതിയ സ്പീഷീസിൽ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള, അതായത് വേരിയേഷൻ വന്നിരിക്കുന്ന ജീൻസ് അങ്ങനെ ഇൻഹെറിറ്റായി അത് അക്യൂമുലേറ്റ് ആയി പോകുന്നത് കൊണ്ടാണ് പുതിയ സ്പീഷീസ് വന്നതെന്നാണ് ആര് പറഞ്ഞേ? ഹ്യൂഗോ ഡെവ്രീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്.